PVR ഫോറമോളിലുള്ള PXL സ്ക്രീനിലായിരുന്നു 6 മണിക്കത്തെ കൂലിയുടെ ആദ്യത്തെ ഷോ ഉണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് ഈ പടത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ലോക്കി സൂപ്പർ സ്റ്റാറുകളുടെ ലെഗസി ചൂസ് ചെയ്തപ്പോൾ വിക്രം എന്ന് പറയുന്ന ഒരു ഏജന്റ്, ആ ഒരു ഏജന്റ് എന്നുള്ളൊരു സംഭവം അത് ഇന്നും വാലിഡ് ആണ്. ഒരു ക്യാരക്ടർ കുറച്ച് നാളായിട്ട് അണ്ടർ കവർ ആയിട്ടുള്ള ഒരു ഏജന്റ് പുള്ളി കുറെ കാലത്തിന് ശേഷം തിരിച്ചു വരുന്നു എന്ന് ആ ഒരു തീം എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ തീമാണ്. എപ്പോൾ ഏത് ജനറേഷനിലും കൃത്യമായിട്ട് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഈ രജനീകാന്തിന്റെ കേസിൽ പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത് ദീവാറിന്റെ റീമേക്ക് എന്ന് പറയുന്നത് തീ എന്ന് പറയുന്ന പടമാണ്. അപ്പൊ അന്നത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ആ സംഭവങ്ങളിൽ ഒരു കൂലി, ആ സിസ്റ്റത്തിനെതിരെ ഒരു കൂലി പോരാടുക എന്ന് പറയുന്നത്, ഒരു കൂട്ടം കൂലികൾക്ക് വേണ്ടി ഈ പുള്ളിക്കാരൻ അതുകൊണ്ട് ജീവിതം മാറ്റിവെക്കുക, അങ്ങനെയുള്ളൊരു സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ഇപ്പൊ ഈ സിനിമയിലെ പാട്ടിലുള്ള ഒരു ലിറിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻസി, ഇപ്പൊ ഈ ജെൻസിയൊക്കെ ഈ പറയുന്ന ഈ കൂലി, അന്നത്തെ ലേബർ സിസ്റ്റം, ആ കൂലി ആ സിസ്റ്റം, അവരുടെ ആ ഒരു ഇമോഷനൊക്കെ ജെൻസിക്ക് അങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് വർക്കാവുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ലോകേഷ് ഇതിനകത്തൊരു കൂലികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നായകൻ, ആ കൂലി എന്ന് പറയുന്ന പണ്ടത്തെ ഒരു യൂണിയൻ ലീഡർ എന്നുള്ള ഒരാൾ ഒരു എൻറ്റയർ നെക്സസിനെതിരെ നിൽക്കുകയാണ്. ഇന്റർനാഷണൽ എന്താ പറയുക, ഒരു വലിയൊരു നെക്സസിന് എതിരെ നിൽക്കുന്നു, വിജയിക്കുന്നു, അവരൊക്കെ പേടിക്കുന്നു, അവരുടെ ഏറ്റവും വലിയ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ പടം എടുക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പാളീച്ചകളുമുള്ള ഒരു സിനിമയാണ് ഈ കൂലി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ കൂലി എന്തുകൊണ്ട് വർക്കാവുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രധാനപ്പെട്ടൊരു ഇതാണ്. പിന്നെ ഇതിനു മുമ്പ് ഈ ലൊക്കേഷൻ്റെ മിക്ക പടങ്ങളിലും, അതായത് വർക്കായിട്ടുള്ള പടങ്ങളിലൊക്കെ എ മാൻ വിത്ത് എ പാസ്റ്റ് എന്നുള്ളൊരു സംഭവം അത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് കൂലി. അപ്പോൾ സെറ്റിലായിട്ട് പറയാം, ഇതെൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്, ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് റിവ്യൂ പറയാറുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ കൂലി എന്ന് പറയുന്ന പടത്തിൽ ലോകേഷിൻ്റെ ഒരു തീരെ മോശം പടമൊന്നുമല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കാണെന്നുണ്ടെങ്കിൽ വളരെ ബാഷിംഗ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു കൂലി ഒരു ഡീസൻറ്റ് ഫിലിമാണ്. പക്ഷേ ലോകേഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്, അത് വിക്രം എന്ന് പറയുന്ന സിനിമയാണ്. വിക്രം എന്നുള്ള സിനിമ, അതിന്റെ മുകളിലേക്ക് ഒരു സിനിമ ഇനി ലോക്കിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക്. അതിനുശേഷം വന്ന സിനിമകളും പിന്നെ ഇപ്പോൾ ഈവൻ കൂലി അടക്കം അതാണ് പറയുന്നത്. ഈ കൂലി സിനിമ ഓപ്പൺ ആവുന്നത് തന്നെ സൈമൺ എന്ന് പറയുന്നത് അവിടെ ഒരു കാർട്ടൽ, ആ കാർട്ടൽ എത്രത്തോളം സ്ട്രോങ് ആണ്, അവർ കാണിക്കുന്ന ആക്ടിവിറ്റീസ്, അവർ കാണിക്കുന്ന കൊള്ളരുതായ്മ എത്രത്തോളം ഈവിൾ ആണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ദയാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലേക്കാണ് നമ്മുടെ ഹീറോ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഈ സംഭവം പറയുമല്ലോ, അതായത് ഇത്രയും വലിയ നെക്സസിനെതിരെ നിൽക്കുന്നത് ഒരു കൂലി, ഒരു യൂണിയൻ ലീഡർ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ലൊക്കേഷൻ ഒരു തെറ്റുപറ്റി. പിന്നെ കാസ്റ്റിംഗും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യണം, രജനീകാന്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആക്ഷൻ സീൻസിലാണെങ്കിൽ പുള്ളിക്ക് വയസ്സായി, 74 വയസ്സിൽ പുള്ളി എടുക്കുന്ന എഫേർട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 74 വയസ്സിൽ ഇങ്ങനെ ഇപ്പോഴും വർക്ക് ചെയ്യാണ് പുള്ളി. അപ്പോൾ എഫേർട്ട് മാനിക്കാം. പക്ഷേ ഒരു സ്ക്രീനിൽ വരുമ്പോൾ ആ രീതിയിലായിട്ടുള്ള ഒരു മാഗ്നിഫൈങ് സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞപ്പോലും പുള്ളിയുടെ ആ ഒരു മൂവ്മെന്റ്സ് ആക്ഷൻ സീനുകളിലൊക്കെ അതൊരു വലിയ സുഖമില്ലാത്ത കാര്യമാണ്. പിന്നെ നാഗാർജുനന്റെ ക്യാരക്ടർ കൊള്ളാം, വളരെ ഈവിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ആ ഒരു കരീസ്മ, ആ ഒരു സംഭവങ്ങളൊക്കെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ആ ഒരു കരീസ്മ അതിന് മാത്രം നമ്പിയിട്ടാണ് ലോകേഷ് ഈ പുള്ളിയുടെ ക്യാരക്ടർ എഴുതിയിരിക്കുന്നത്. കാരണം ലോകേഷ് തന്നെ സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ലോകേഷ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും മൾട്ടി സ്റ്റാർ ഫിലിംസ് ആണെന്ന്. ഓരോരോ ക്യാരക്ടേഴ്സിന് ആ രീതിയിൽ അവർക്ക് ഡെപ്ത് കൊടുത്ത് എഴുതാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അതൊന്നും എത്ര എവിഡന്റ് ആയിട്ട് കാണുന്നില്ല. പിന്നെ കുറച്ചുകൂടി റൈറ്റിംഗ് സൈഡ് ബെറ്റർ ആയിട്ട് തോന്നിയൊരു ക്യാരക്ടർ സൗബിന്റെ ആണ്. ആ ഒരു വളരെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന, വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് സൗബിന്റെ ക്യാരക്ടർ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെ നല്ല രീതിയിലാണ്. കാരണം നമുക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുന്ന, പ്ലാൻസ് തെറ്റുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ രീതിയിൽ വരുന്ന ആ ഒരു ക്യാരക്ടർ ആർക്ക് നല്ല രീതിയിൽ വന്നിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും കിഡിലനായിട്ടുള്ള ഒരു ഇൻട്രോ, ഫൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഉപേന്ദ്രക്കാണ്. അപ്പോൾ ഉപേന്ദ്രയുടെ ആ ഒരു സീൻ, ആ സമയത്തുള്ള അനിരുദ്ധിന്റെ BGM, അത് ഒരു മുതല സംഭവമാണ്. പിന്നെ ആമിർ ഖാൻ വൺ ഓഫ് ദ കോമാളി ക്യാമിയോ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ക കോമാളി ക്യാരക്ടറാണ് പുള്ളി. ക്യാമിയോ റോൾസ് ഒന്നും ചെയ്യാത്തൊരു നടനാണ്. ആമിർ ഖാൻ ക്യാമിയോ വരുന്ന ഒരു പടം എന്നൊക്കെ പറയുന്നത് അറിയാലോ, വളരെ കുറവാണ്. പക്ഷെ വേണ്ടായിരുന്നു, ആമിർ ഖാൻ എന്ത് മാങ്ങാത്തൊല്ലിക്കാണോ ഈ പടത്തിലെ ക്യാമിയോ. കാരണം വളരെ എനിക്ക് ആ വലിയൊരു പ്രിവിലേജ് ആണ് ലൊക്കേഷനുള്ളത്. ആ പ്രിവിലേജ് നശിപ്പിക്കുന്നതായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ശ്രുതിഹാസന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ഈ ക്യാരക്ടർ ലെവലാണെങ്കിൽ ഈ പടത്തിന്റെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സത്യരാജ്, ശ്രുതിഹാസൻ, കമൽഹാസൻ എന്നാണ് വരുന്നത്. സത്യരാജ്, ശ്രുതിഹാസൻ, രജനീകാന്ത്, ഇവരെ 3 പേരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് ഈ പടത്തിലുണ്ട്. ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദീവാർ ഇറങ്ങിയ സമയത്ത്, ദീവാറിന്റെ റീമേക്ക് തീ ഇറങ്ങിയ സമയത്തുള്ള കോൺഫ്ലിക്റ്റ് ആണ്. വലിയ സുഖമില്ല. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിരീഷ് ഗംഗാധറിന്റെ വിക്രം ആ ഒരു സ്റ്റൈലിലുള്ള കളർ ഗ്രേഡിങ്, ആ രീതിയിലുള്ള ഒരു
സിനിമാറ്റോഗ്രാഫിയാണ് വരുന്നത്. അടിപൊളിയാണ് സിനിമാറ്റോഗ്രാഫി, അത് ടെക്നിക്കലി ഒന്നും പറയാനില്ല. ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗും ക്രിസ്പാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ രജനിയെ കൊണ്ട് എത്രത്തോളം മെനയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ അതുപോലെയൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്, പക്കയാണ്. അനിരുദ്ധ് എന്ന് പറയുന്നത് സിനിമയിലെ വൺ ഓഫ് ദ ഹീറോ എന്ന് തന്നെ പറയാം. പല സീനുകളും എലവേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ സിനിമയുടെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ലോക്കിയുടെ എഴുത്ത് തന്നെയാണ്. അതായത് സ്ക്രിപ്റ്റ് ആണല്ലോ പടത്തിന്റെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷന്റെ വൺ ഓഫ് ദ വീക്കസ്റ്റ് വർക്കാണ്. ലൊക്കേഷന്റെ തിരക്കഥയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പറയുള്ളൂ, പോസിറ്റീവും പറയണമല്ലോ. അപ്പോൾ അതെനിക്ക് പോസിറ്റീവായിട്ടുള്ള ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇന്റർവെലിന് തൊട്ട് മുമ്പ് ഒരു 20 മിനിറ്റ് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള പലതും സ്ക്രീനിൽ നടക്കുന്നു. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നായകന്റെ ആണെങ്കിലും വില്ലന്റെ ആണെങ്കിലും കുറേ പ്ലാൻസ് തെറ്റുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മൊത്തം ആ സ്റ്റേജിങ് അത് ചെയ്തിരിക്കുന്ന വിധം അതൊക്കെ നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് പേസ് ആയിട്ടാണ് ഈ സിനിമ നീങ്ങുന്നത്. എല്ലാം പെട്ടെന്ന് തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കിങ്ങനെ ജസ്റ്റ് ഫുള്ള് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു ബ്രെയിൻ റോട്ട് പ്രേക്ഷകൻ എന്നുള്ള രീതിയിലല്ല ലോക്കി കുറച്ചുകൂടി അനിരുദ്ധ് പറഞ്ഞ പോലെ ഇന്റലിജന്റ് എന്നുള്ളൊരു സംഭവത്തിൽ ഇന്റലിജൻസ് ഒന്നും പടത്തിലില്ല, എന്നാൽ പോലും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. അതിനകത്ത് നായകന്റെയും വില്ലന്റെയും പ്ലാൻ തെറ്റുന്നത്, അങ്ങനെ കുറച്ച് അൺഎക്സ്പെക്ടഡ് കുറെ സംഭവങ്ങളൊക്കെ വന്നു ചേരുന്നത്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് പടത്തിലുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് മാനേജബിൾ, നമുക്ക് കണ്ടിരിക്കാം, ബോറടിയില്ല. ഇപ്പോൾ ഞാൻ കണ്ടത് ഒരു PLF ഫോർമാറ്റ് PXL സ്ക്രീനിലായിരുന്നു, ഫുൾ സ്ക്രീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് തലൈവർ 50 വർഷം തികയുന്ന ആ ഒരു ഡേറ്റ് അനുസരിച്ചിട്ടല്ല, ഈ ഫിലിം ഫീൽഡിൽ 50 വർഷം തികയാണ്. അപ്പോൾ PVR കയറുമ്പോൾ തന്നെ ഫുൾ തലൈവർ സോങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു മൂഡ് സെറ്റിങ്ങും സംഭവങ്ങളും എല്ലാം ഈ സിനിമയ്ക്ക് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു പ്രോപ്പറായിട്ട് അങ്ങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂലിയെ കുറിച്ചുള്ള എൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത്. കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകേഷ് 18 മാസത്തോളമൊക്കെ വർക്ക് ചെയ്തൊരു ഫിലിമാണ്. ഓക്കെ, പുള്ളിയുടെ ആ ഒരു ടെക്നിക്കൽ സംഭവങ്ങളെല്ലാം ഓക്കെ. ആ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പുള്ളിക്ക് കിട്ടിയ പ്രിവിലേജ്, ഈ സിനിമയ്ക്ക് മാത്രം കിട്ടിയ പ്രിവിലേജ് നിങ്ങൾ ആലോചിക്കണം. കാരണം നാഗാർജുന ഓഡിയോ ലോഞ്ചിൽ പറയുന്ന പോലെ പുള്ളിനെ കാശ് കാണിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആക്ടറാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുള്ളി ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിക്കാൻ സമ്മതിച്ചു. ആമിർ ഖാൻ ഇതിനകത്ത് വന്നു. പിന്നെ ഉപേന്ദ്രയൊക്കെ ഇതുപോലുള്ള ഒരു സൈഡ് കിക്ക് റോളിലൊക്കെ ഒരു രജനീകാന്തിന്റെ ഒരു ഡിവോട്ടിയാണെന്നാണ് പുള്ളി സ്വയം പറയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പുള്ളിക്ക് കറക്റ്റായിട്ട് കിട്ടി. എന്നാൽ പിന്നെ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചുകൂടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ലോകേഷ് സിനിമ എന്നുള്ള രീതിയിൽ കാണുന്നതുകൊണ്ടായിരിക്കാം നമുക്കിത് വർക്കാവാത്തത്. കാരണം പുള്ളി ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചു. വിക്രം എന്ന് പറയുന്ന സിനിമ ഉള്ളിടത്തോളം കാലം അതൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുള്ളൂ ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ ലോകേഷ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിതൊരു കുറവായിട്ടൊക്കെ തോന്നാം. വേറെ ഏതെങ്കിലും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ഷമിക്കാം. പക്ഷെ നമ്മൾ അതല്ലല്ലോ, ലോകേഷ് കുറച്ചുകൂടി ബെറ്റർ ആവാൻ, നമ്മൾ പടവലം പോലെ താഴേക്ക് വരാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഇറ്റ്സ് മാനേജബിൾ ഫിലിം. ഞാൻ പറയുന്നത് ഒരു വൺ ടൈം വാച്ചാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഇമോഷൻ നമുക്ക് വർക്ക് ആവുന്നില്ല. ഇതിന്റെ ഹീറോയിസം എന്ന് പറയുന്നത് നമുക്ക് തീരെ കണക്ട് ആവുന്നില്ല. ഇത്രയും വലിയ നെക്സസിനെതിരെ ഒരു കൂലി വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മാനേജബിൾ, നമുക്ക് കണ്ടിരിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നത് ലൊക്കേഷനെയും പിന്നെ ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. സോ കാണുക, തിയേറ്ററിൽ തന്നെ കാണുക. ഏറ്റവും നല്ല തിയേറ്ററിൽ ഏതാണ്, ഏറ്റവും നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു തിയേറ്ററിൽ കാണുക. ഒരു തവണ കണ്ടിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ തീരെ മോശം അങ്ങനെ ഒരു സംഭവമല്ല.